അടുത്തതായി ഡോക്ടർ പ്രകാശ്, ക്ലൈമറ്റ് റെസിലിയൻറ്റ് റൈസ് ബേസ്ഡ് ഫാമിംഗ് സിസ്റ്റം ഫോർ കേരള. സമയം. ആദ്യം വേദിയിലിരിക്കുന്ന എൻ്റെ ടീച്ചേഴ്സ്, കുറേ ആൾക്കാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള എക്സ്പേർട്സ്, പിന്നെ എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ച ഹരിത കേരള മിഷൻ ആൾക്കാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ. ഇത് രാംകുമാർ സാർ പറഞ്ഞത് നല്ലൊരു കാര്യം, കുറേ വിരോധാഭാസങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിലൊരു വിരോധാഭാസത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, ബാക്കിയുള്ളവർ ബാക്കിയുള്ള വിരോധാഭാസങ്ങളെ പറ്റി സംസാരിക്കും എന്ന് നോക്കാം. ഇതിൽ സാറ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് നോൺ അഗ്രികൾച്ചർ സെക്ടറിൽ മാത്രമാണ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ സാറ് കാണിച്ചു തന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അഗ്രികൾച്ചറിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അത് കുറക്കാൻ എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് കുറക്കാനുള്ള സഹായം, അതിലൊരിക്കലും കോംപ്രമൈസ് അല്ല. അതൊരു ക്ലൈമറ്റ് റെസിലിയൻറ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കണം. ഇപ്പം ഇതിൽ അതൊരു സിമുലേഷനായിരുന്നു, നാസയുടെ സിമുലേഷനാണ്. നമ്മൾ ഒരു ലാസ്റ്റ് 15 വർഷം കൊണ്ട് അതെങ്ങനെയാണ് ഈ ഈ വാതകം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ അത് ഉൽപ്പാദനം ഗ്ലോബൽ ലെവലിൽ കൂടി എന്നുള്ളത് പല ഒബ്സർവേറ്ററീസ് ആയിട്ടുള്ള സിമുലേഷൻ മോഡലായിരുന്നു. എനിക്കത് റൺ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം, സംതിങ് ഹാപ്പൻ. സോ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 വർഷം ആകുമ്പോൾ നമ്മളൊരു അന്തരീക്ഷത്തിലെ ബഹിർഗമനം 400 ppm 400 ppm ക്രോസ് ചെയ്തു. ഈ ക്രോസ് ചെയ്തത് 8 ലക്ഷം വർഷത്തിനിടയ്ക്കുള്ള ആദ്യത്തെ സംഭവം. അത് വളരെ ഒരു ത്രഷോൾഡായിട്ടുള്ള ഒരു ലെവലാണ്. ആ സിമുലേഷൻ വരുന്നില്ല, അത് ഓക്കെ. ഈ ഗ്രാഫ് ഇതും ഒരു സിമുലേഷനായിരുന്നു. അതായത് നമ്മുടെ ഇറിഗേഷൻ ഏരിയ, ജലസേചനത്തിന് അനുയോജ്യമായ ഏരിയ ഇന്ത്യയിൽ 1960 മുതൽ 2010 വരെ, ഗ്രീൻ റെവല്യൂഷൻ, ബിഫോർ ഗ്രീൻ റെവല്യൂഷൻ, പോസ്റ്റ് ഗ്രീൻ റെവല്യൂഷനിൽ എന്ത് സംഭവിച്ചു, അത് ഒത്തിരി കൂടി നമ്മുടെ ജലസേചനത്തിനുള്ള ഏരിയ. പക്ഷെ താഴെ നമ്മൾ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ സ്ട്രെസ്സ് അതും അതിനനുസരിച്ചിട്ട്, കാരണം ഇന്ത്യയിൽ ഒരു 90% ഭൂഗർഭത്തിലുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കൃഷിക്ക് വേണ്ടിയാണ്. അങ്ങനെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 60% ഇന്ത്യയിലുള്ള ജില്ലകൾ എല്ലാം ഗ്രൗണ്ട് വാട്ടർ സ്ട്രെസ് പ്രോൺ ആയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആദ്യത്തെ ഇതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കൂടിയത് കൊണ്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസസ് ഭയങ്കര കൂടുതലായി വന്നു. അതുകൊണ്ട് ക്ലൈമറ്റ് എക്സ്ട്രീം വന്നു. അതുകൊണ്ട് അത് ഒരു സൈഡിൽ ജലസേചനത്തിനുള്ള കൃഷിക്കുള്ള ജലസേചനം കൂടുന്നത് കൊണ്ട്, ആ ഏരിയ എക്സ്പാൻഡ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ഈ ഗ്രൗണ്ട് വാട്ടർ സ്ട്രെസ്, ഇത് ജീവനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആക്കുന്ന 2 കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൽ ഈ ലോകത്തിലുള്ള ഉൽപ്പാദനം, ചില കൃഷികളുടെ ഉൽപ്പാദനം വളരെ കുറയുകയും, അതായത് ഇപ്പോൾ ഒരു ചോളം, മെയ്സിൻ്റെ ഉൽപ്പാദനം 25% കുറയും ഓൾമോസ്റ്റ്. പക്ഷേ ടെമ്പറേറ്റ് ക്രോപ്സ്, അതായത് ഈ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം കൂടും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ രാംകുമാർ സാർ പറഞ്ഞത്, ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഏരിയയിൽ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിന് അധികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ രാജ്യങ്ങളിൽ, ഈ ഇക്വറ്റോറിയൽ റീജിയൻ, നമ്മുടെ ഏഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം അതിനെ അഫക്റ്റ് ചെയ്യും. ഈ ഗ്രാഫ് കാണിക്കുന്നത്, ഒരു സൈഡിൽ എത്രമാത്രമാണ് നമ്മൾ ഈ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ട്, നേച്ചർ ലിങ്ക്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഓവറോൾ കോസ്റ്റ് എത്രയാണ്. ഏകദേശം ഒരു $650 ബില്യൺ ആനുവലി അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ലാൻഡ് ഡീഗ്രഡേഷൻ, അതായത് നമ്മൾ പലതരത്തിലുള്ള വളങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസും ഉള്ളതുകൊണ്ട്. പിന്നെ ഒന്ന് എക്സ്ട്രീം വെതർ. നമ്മൾ ഇപ്പം കേരളത്തിലാണെങ്കിൽ ലാസ്റ്റ് 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം 5ഓളം വലിയ 2018 ഇത്
ഫ്ലഡിങ് 2019-20 വീണ്ടും, പിന്നെ ഒരു ഡ്രൗട്ട്, അങ്ങനെ പലതരത്തിൽ ലോക്കലൈസ്ഡ് ആയിട്ടും, പിന്നെ ലാൻഡ് സ്ലൈഡ്, വയനാട്ടിലുണ്ടായിരുന്ന ലാൻഡ് സ്ലൈഡ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ എക്സ്ട്രീം വെതർ ഈവൻസിൻ്റെ ഒക്കറൻസ് വളരെ കൂടും. അതാണ് 150ഓളം. പിന്നെയുള്ളത് പെസ്റ്റ് ആൻഡ് ഡിസീസിൻ്റെ. ഇപ്പം ഞാൻ മിഞ്ഞാന്ന് ഞങ്ങൾ ഫീൽഡിലായിരുന്നു, ഞങ്ങളുടെ ഒരു കേര പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പാലക്കാടും തൃശ്ശൂരും പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇപ്പം പ്രശ്നങ്ങളിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷിക്കാർ പറഞ്ഞത് ഇലചുരുട്ടിപ്പുഴു. അപ്പം ഞങ്ങൾ പോകുന്നത് ഹാർവെസ്റ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പാണ് ഏകദേശം. ഇലചുരുട്ടിപ്പുഴു അവിടെ കാണുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഭയങ്കര സംശയമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേൾക്കാത്തതാണ് ഈ ഇലചുരുട്ടിപ്പുഴു, അല്ലേ സാറേ? ഇലചുരുട്ടിപ്പുഴു ഒരിക്കലും ഹാർവെസ്റ്റിൻ്റെ ആ ഒരു സമയത്ത് വരില്ലല്ലോ, ഗ്രെയിൻ ഫില്ലിങ് ടൈമിൽ. അപ്പോൾ അവിടെ കണ്ടു. അപ്പോൾ ഒരു 3 ദിവസം അന്തരീക്ഷം മൂടിക്കെട്ടി നിന്നു. അതിൻ്റെ ഇലചുരുട്ടിപ്പുഴു പോലുള്ള പെസ്റ്റിൻ്റെ ഒരു കൺഡ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ഒരു മൈക്രോ എൻവയോൺമെൻറ്റ്. അപ്പം ആ ഇഫക്റ്റ് ഉണ്ടായി. തൊട്ടപ്പുറത്ത് ഒരു പാച്ചസിൽ ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ തരത്തിലുള്ള പെസ്റ്റ് ആൻഡ് ഡിസീസസിൻ്റെ ഒരു പ്രഹേളികയായിട്ട് മാറും. പലതരത്തിൽ നമ്മൾ അറിയപ്പെടാത്തയും കാണാത്തയും പരിചയമില്ലാത്ത പലതരത്തിലുള്ള ഇഫക്റ്റ് വരും. ഇനി അടുത്തത് എവിടെയാണ് ലോകത്ത് ഏത് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൾണറബിലിറ്റി ഉള്ളത്? ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രാജ്യം? നമ്മുടെ കേരളത്തിൽ ഉറപ്പായിട്ട് അഫക്റ്റഡ് ആവും. കാരണം നമ്മുടെ കടലിൻ്റെ ജലനിരപ്പ് ഉയരും. മാത്രമല്ല ഇതുപോലത്തുള്ള മഴയുടെ എമൗണ്ട് കൂടും. ലോങ് ഡ്രൈ സ്പെൽ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇന്ത്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലുള്ള രാജ്യങ്ങളിലെ വൾണറബിലിറ്റി വളരെ കൂടും. നമുക്ക് അഡാപ്റ്റേഷൻ അപ്പോൾ വളരെ കുറവാണ്. അപ്പം മിറ്റിഗേഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും ബഹിർഗമനം കുറയ്ക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഫാമേഴ്സ്, നമ്മുടെ ആൾക്കാർക്ക് അതിന് അഡാപ്റ്റേഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇതിൽ അരിയുടെ കാര്യത്തിലാണെങ്കിൽ സെയിം തന്നെയാണ്. ഞാനൊരു 3 സെനാരിയോ ഇവിടെ മോഡൽ ചെയ്തിട്ടുണ്ട്. 3 സെനാരിയോയിൽ ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ ബിസിനസ് ആസ് യൂഷ്വൽ, അതായത് ഇപ്പോൾ ഹൈ എമിഷൻ സെനാരിയോ ആണ്. 2100 വർഷം ആകുമ്പോൾ നമുക്കൊരു 2 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു 30-35 വർഷം, നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു ഫാൻ ഈവൻ ഫാൻ പോലും വളരെ കുറച്ച് നാളത്തേക്ക് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. AC ഉപയോഗിക്കാറില്ല. ഇപ്പം AC ഉപയോഗിക്കാത്ത ആൾക്കാർ കേരളത്തിൽ കുറഞ്ഞു. അതും ആ ഒരു വ്യതിയാനം ഒരു 2-3 ഡിഗ്രി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെനാരിയോ ആണ് ഒരു സെനാരിയോ, ഹൈ എമിഷൻ RCP 8.5. പിന്നെയുള്ള RCP 2.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിറ്റിഗേഷൻ. അതായത് നമ്മൾ 2050 ആകുന്നതുമ്പോൾ തന്നെ നമ്മുടെ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിൻ്റെ പ്രകാരം 2 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കുറക്കണം. അങ്ങനെ പിന്നെയുള്ളത് ഇൻ ബിറ്റ്വീനാണ്. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ആസ് യൂഷ്വൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണാം നമ്മുടെ റൈസിൻ്റെ റിഡക്ഷൻ ഒരു 30% മേലെ വരെ വരാം. അത് ഏഷ്യയാണ് റൈസിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഏഷ്യ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ബാക്കിയുള്ള ഏഷ്യയും ആഫ്രിക്കയും. ഇനി എന്ത് കൊണ്ട് നമുക്ക് ഇതിനെ നേരിടാം? ഞാൻ റൈസിനെ പറ്റി കുറച്ച് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. അത് മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രയൽസ് വെച്ചിട്ടുള്ളത്. ഒന്ന് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് റെസിഡ്യൂ മാനേജ്മെൻറ്റ്, പിന്നൊന്ന് വെറൈറ്റി, ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി, അല്ലെങ്കിൽ എമിഷൻ റിഡക്ഷൻ, നൈട്രജൻ യൂസ് എഫിഷ്യൻറ്റ് വെറൈറ്റീസ്, അങ്ങനെയുള്ളത്. പിന്നെ മെയിനായിട്ടുള്ള അഗ്രോണമി പ്രാക്ടീസ്, അതായത് വെള്ളത്തിൻ്റെതും വളപ്രയോഗത്തിൻ്റെയും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളത്, അതായത് ബയോസ്റ്റിമുലൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഓൺ ആൻഡ് ആവറേജ് ഇപ്പം നമ്മൾ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 60% മേലെ മീഥൈൻ എമിഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഞങ്ങളിപ്പം ട്രൈ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ഏരിയയിൽ കേര പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ട് വേൾഡ് ബാങ്കിൻ്റെ ധനസഹായത്തോടു കൂടിയ പ്രൊജക്റ്റ്. അതിൽ 2 സ്ഥലത്താണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഒന്ന് പാലക്കാടും പിന്നൊന്ന് തൃശ്ശൂരെ കോൾലാൻഡും. ഇത് രണ്ടും ഉൽപ്പാദനക്ഷമത ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. രാംകുമാർ സാർ പറഞ്ഞ 6 ടൺ അല്ല 7 ടണ്ണിന് മേലെയും ഉൽപ്പാദനക്ഷമതയുള്ള 2 സ്ഥലങ്ങൾ. ഈ 2 സ്ഥലങ്ങളിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപ്പാദനക്ഷമത കുറയുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അഡാപ്റ്റേഷൻ നല്ല രീതിയിൽ ചെയ്തില്ല എങ്കിൽ
അതിൽ ഒത്തിരി ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനത്തെക്കാൾ കുറവായിട്ടായിരിക്കും അടുത്ത വർഷങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്പീരിയൻസ് നമ്മൾ റിസർച്ച് സ്റ്റേഷൻ രണ്ട് റിസർച്ച് സ്റ്റേഷനിലാണ് ട്രയൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് മണ്ണൂത്തി റിസർച്ച് സ്റ്റേഷനും പിന്നൊന്ന് പാലക്കാട് RARS പട്ടാമ്പിയിലും. അപ്പോൾ നമ്മളതിൽ പലതരത്തിലുള്ള ട്രയൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 എക്സ്പെരിമെൻ്റായി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റ്, അതായത് വെള്ളം നല്ല രീതിയിൽ. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചോദ്യം വന്നു? 3 വർഷത്തിന് മുന്നേ മലമ്പുഴ ഡാമിലൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എനിക്കൊന്നൊരു ഡ്രൈ സീസൺ, ഏകദേശം ഒരു ഡ്രൈ സീസൺ ഏരിയയിൽ നെൽകൃഷി 50-60 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ മലമ്പുഴ ഡാമിൻ്റെ പൊട്ടൻഷ്യൽ ഇറിഗേഷൻ തീർന്നുപോയി. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഫീൽഡ് വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു. പല ഏരിയയിൽ അവർ അബാൻഡൻ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിഭാവനം ഉണ്ടായത്. അതായത് അത് മിറ്റിഗേഷനേക്കാൾ കൂടുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മൾ എങ്ങനെ വെള്ളത്തിൻ്റെ വാട്ടർ സെക്യൂരിറ്റി ജനങ്ങളിലേക്ക് കൊണ്ടുവരാം, കൃഷിക്കാരിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കൺസെപ്റ്റ് കൂടെ. അതാണ് വാട്ടർ മാനേജ്മെൻറ്റ്. പക്ഷേ അതിലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് നമ്മൾ മീഥേൻ എമിഷനെ കുറക്കുക എന്നുള്ളത് കണ്ടത്. ഈ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഇന്നൊവേഷൻ ഇന്നൊവേഷൻ ഒന്നുമല്ല, 10-30 വർഷമായിട്ടുള്ളതാണ്. പക്ഷേ എമിഷൻ കുറക്കുക എന്നുള്ളത് റീസെൻ്റായിട്ട് ഉള്ള ഒരു ഫിനോമിനാണ്. പിന്നെ നമ്മൾ പലതരത്തിലുള്ള ഫെർട്ടിലൈസർ മാനേജ്മെൻറ്റ്, സോയിൽ അമെൻമെൻറ്റ്സ്, അതായത് ഫെർട്ടിലൈസർ മാത്രമല്ല അതിൽ വേറെ തരത്തിലുള്ള, ഇപ്പം നമ്മൾ അസിഡിക് ആയിട്ടുള്ള സോയിലിൽ നമ്മൾ ലൈം അപ്ലൈ ചെയ്യുന്നത്, അതിന് പകരം കുറച്ച് ഫോസ്ഫോജിപ്സം ഈ എമിഷൻ റെഡ്യൂസ് ചെയ്യും, കുറച്ചും കൂടി കൂടുതൽ ഫോസ്ഫറസ് അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ള ഒരു PhD സ്റ്റുഡൻറ്റിൻ്റെ വർക്കിൽ മെയിൻലി വന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഈൽഡ് ഇൻക്രീസ് വരുന്നു. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചു ഓക്കെ ദാറ്റ്സ് എ വെരി ഗുഡ് കാൻഡിഡേറ്റ് ടു ടെസ്റ്റ് ഇറ്റ്. ആ KUവിലെ PhD സ്റ്റുഡൻറ്റിൻ്റെ കോൾലാൻഡിൽ ചെയ്തത്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ട്രയലായി എടുത്തു. പിന്നെയുള്ളത് സൾഫേറ്റ് എന്നുള്ളത് ബൈ നേച്ചർ അത് എമിഷൻസ് കുറക്കും, അതുകൊണ്ടാണ് സൾഫേറ്റ് എന്നുള്ള ഒരു കമ്പോണൻറ്റ് വരുന്നത്. പിന്നെയുള്ള ബയോചാർ ഓർഗാനിക് കണ്ടൻ്റാണ്. അതിലൊത്തിരി ഈ എയർ സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് അതിനും മീഥേൻ എമിഷൻ കുറക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പം ഈ വർഷം തുടങ്ങിയത്, അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം കുറേ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കണ്ടു, അതുകൊണ്ട് സമ്പൂർണ്ണ KIൻ്റെത് എടുത്തു. അതാണ് ഒരു എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞു എല്ലായിടത്തും നമുക്കിങ്ങനെ AWD എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ താഴത്തോട്ട് ഇത് ഡ്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത്, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും പറ്റില്ല. അപ്പോൾ 10 സെൻറ്റിമീറ്റർ അല്ലെ ഷാലോ ഫ്ലഡിങ് അങ്ങനെ ചെയ്തിട്ട് നോക്കാം എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ. അത് വേറൊരു ട്രയൽ. അതിൻ്റെ കൂടെ നമ്മൾ പല വെറൈറ്റീസ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു 3 വെറൈറ്റിയെ നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണ്, അതിനെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത്. നാലാമത്തെ ഇപ്പം തുടങ്ങിയ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ മൈക്രോബയോംസ്, അതായത് ഈ മൈക്രോ ഓർഗാനിസം വെച്ചിട്ട് നമുക്കതിൻ്റെ ഉൽപ്പാദനക്ഷമതയും ഈ ബഹിർഗമനം കുറക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതിൽ ഇപ്പം ജസ്റ്റ് കുറച്ച് ഫീൽഡ് എന്നുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ കാണിക്കുകയാണ്. അതിപ്പം നമ്മൾ ചെയ്യുമ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്സും പിന്നെ സെൻസേഴ്സ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ. അതിൻ്റെ അർത്ഥം നമ്മളിപ്പം എമിഷൻസ് നോക്കുന്നത് മെഷർ ചെയ്യുന്നതിന് നമ്മൾ ഗ്യാസ് ക്രൊമറ്റോഗ്രാഫി അല്ലെങ്കിൽ ട്രേസർ ഗ്യാസ് അനലൈസർ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് അടുത്തത് ജസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതെന്താണെന്ന് നമുക്ക് ഇനീഷ്യൽ റിസൾട്ട്സ് ഇത് തന്നെ നമ്മൾ ഇതിൽ വെറൈറ്റി സ്ക്രീനിങ് അല്ലേ, അതെ വെറൈറ്റി സ്ക്രീനിങ് അല്ലേ, 3 വെറൈറ്റി നമ്മൾ ഇതിൽ നോക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഏറ്റവും പ്രോമിനൻറ്റ് വെറൈറ്റി പലയിടത്തും ഫാമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും അയ്യോ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ, ഇതിനൊരു വേറൊരു ഓൾട്ടർനേറ്റീവ് വേണം എന്നുള്ളത്. അങ്ങനെയുള്ള 2 ഓൾട്ടർനേറ്റീവ് അവർ സജസ്റ്റ് ചെയ്താണ് ശ്രേയസും പൗർണമിയും. അപ്പം ചില വെറൈറ്റീസ് ഈവൻ ഷാലോ ഫ്ലഡിങ്ങിൽ ആണ് ബെറ്റർ പെർഫോമിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചില വെറൈറ്റീസ് ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ AWD 15 സെൻറ്റിമീറ്റർ കുറക്കുമ്പം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 47% ചില വെറൈറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ബഹിർഗമനത്തിനുള്ള സ്കോപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 47-50% വരെ ചില വെറൈറ്റീസിൽ ചെയ്യാൻ പറ്റും.
പിന്നെ ഈ വാട്ടർ മാനേജ്മെൻറ്റ് പ്രൈമർലി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു മിഡ് സീസൺ ഡ്രെയിനേജ്. ഇപ്പം പല സ്ഥലത്തും സംഭവിക്കുന്നത് ഒരു വെള്ളത്തിന് ഇപ്പം ഇറിഗേറ്റഡ് അല്ലാത്ത പല സ്ഥലങ്ങളിലും ഓൾറെഡി പല മിഡ് സീസൺ ഡ്രെയിനേജ് ഉണ്ടാകും. ഇപ്പം നമ്മൾ ബീഹാറിൽ നമ്മൾ പോയി നോക്കി ഒരു ആ ഇതിൽ നമ്മൾ ഈ പറയുന്ന ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ചെയ്തപ്പം അതിനുള്ള എമിഷൻസ് കൂടുക ചെയ്തത്. കാരണം അവർ ഓൾറെഡി ഡ്രൈ ആണ്. പക്ഷെ അതിൽ ഈൽഡ് വളരെ കൂടി, ടോട്ടൽ എമിഷനും കൂടി. ഇതിൽ അടുത്തത് ഈ അമെൻമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പം പ്രൈമറിലി നമ്മൾ നോക്കിയിട്ടുള്ള ഈ 2 റിസർച്ച് സ്റ്റേഷനിലും നമ്മൾ കണ്ടത് ടോട്ടൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് ഒരു 20% കുറഞ്ഞു. ഈ മണ്ണൂത്തിയിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും സാൻഡി ആയിട്ടുള്ള സോയിലാണ്, മണൽ കൂടുതലുള്ളത്. അത് ഒരിക്കലും ഇതുപോലെയുള്ള വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് അനുയോജ്യമല്ല. എന്നിട്ട് പോലും അവിടെ കുറച്ച് വെള്ളത്തിൻ്റെ എമൗണ്ടേ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് നല്ലതല്ല. പിന്നെ ഇപ്പം പട്ടാമ്പി കുറച്ചും കൂടിയും നമ്മുടെ ക്ലേ സോയിലായതുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള എഫക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. അതാണ് ഇറിഗേഷൻ ഫ്രീക്വൻസി 57 24. പക്ഷേ മണ്ണൂത്തിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 45 36 നമ്പർ ഓഫ് ഇറിഗേഷൻ നടന്നിരിക്കുന്നത്. ഈൽഡ് കമ്പാരിറ്റീവ്ലി, അതായത് മണ്ണൂത്തിയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പട്ടാമ്പിയിൽ ഓൺ പാർ വിത്ത് ഇതാണ്. AWD രണ്ടും ഒരേപോലെയാണ്. പിന്നെ എമിഷൻ സിഗ്നിഫിക്കൻ്റ്ലി കുറഞ്ഞു. ഒരു 60% മുകളിൽ മീഥേൻ എമിഷൻ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ. ഇനി നമ്മൾ ഇറിഗേഷൻ റെജീംസ് ഇത് ഓൾറെഡി പറഞ്ഞ 60% ഇറിഗേഷൻ വെച്ചിട്ട് എമിഷൻ കുറഞ്ഞു. പക്ഷേ അതനുസരിച്ചിട്ട് നമ്മൾ ഫോസ്ഫോ ജിപ്സവും ബയോചാറും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തിൽ ഈൽഡിലും പിന്നെ എമിഷനിലും. ഈ 2 സാധനങ്ങളാണ് 2 ഇന്നോവേഷൻസ് നമ്മൾ ഫീൽഡ് ലെവലിൽ ഇപ്പം എടുത്തിട്ടുള്ളത്, ഈ വർഷം നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിൽ പിന്നെ വേറൊരു എമിഷൻ്റെ ഒരു പോസിബിലിറ്റി നമ്മൾ പറയുന്നത്, ഇപ്പം എനിക്കറിയില്ല, രാംകുമാർ സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഫെർട്ടിലൈസർ ഉപയോഗിക്കാതെ എങ്ങനെ ഈൽഡ് ഇത് വരുന്നെന്നുള്ളത്. അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രാഫ്. അതായത് എത്ര നൈട്രജൻ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഗ്ലോബൽ ഈൽഡ് ഇൻക്രീസ് ചെയ്തത്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% താഴെയാണ്. ഇപ്പം നമ്മൾ 10 കിലോ നൈട്രജൻ ഇട്ട് കഴിഞ്ഞാൽ 5 കിലോ നൈട്രജൻ മാത്രമാണ് ഇപ്പം മാക്സിമം ഒരു ഫീൽഡിൽ ഒരു ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാക്കി 5 കിലോ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ കുറക്കാം? അതാണ് അടുത്ത എക്സ്പെരിമെൻറ്റ്. നമ്മൾ പെല്ലറ്റായിട്ട് സ്ലോ റിലീസിങ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിന് 2 ഇതുണ്ട്. ഉൽപ്പാദനക്ഷമത കൂട്ടും, ടോട്ടൽ നമുക്ക് ആവശ്യമുള്ള വളത്തിൻ്റെ എമൗണ്ട് കുറക്കുകയും ചെയ്യും. ഇപ്പം കേരയുടെ പാർട്ടായിട്ട് മൾട്ടി ലൊക്കേഷൻ ട്രയൽസ് നടക്കുന്നുണ്ട്. പുതിയ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് വരുന്നുണ്ട്. അത് ഹോപ്പ്ഫുള്ളി അത് കൂടെ ഇൻക്രീസ് ചെയ്യും. ഇത് ലാസ്റ്റ് സ്ലൈഡാണ് എൻ്റെ. ഇപ്പം ഇങ്ങനെ പറയുമ്പം സാധാരണ രീതിയിൽ പലപ്പോഴും ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ റിസർച്ചിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്ലോബലി ഇപ്പോൾ ഉള്ള ഗ്യാപ്പ് ഒരു 15 ബില്യൺ, ഏകദേശം എത്ര കോടിയാണ്? 1.3 ലക്ഷം കോടി രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾക്കറിയോ, ലോകത്തിൽ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് $700 ബില്യൺ കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഈ ഗ്യാപ്പ് നമ്മൾ നികത്തി ഒരു $4 ബില്യൺ പോലും നമ്മൾ ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള അഗ്രികൾച്ചർ, അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ ആവാം, മിറ്റിഗേഷൻ. അഡാപ്റ്റേഷനാണ് മെയിനായിട്ട് പറയുന്നത്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഇപ്പോഴത്തെ 7-8% ഗ്ലോബൽ പോവർട്ടി ഉള്ളതിനെ 4%, ഓൾമോസ്റ്റ് ഹാഫായിട്ട് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് പല റിസർച്ചും പറയുന്നത്. രണ്ടാമത്തേത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ സബ്സിഡി എങ്ങനെ ചേഞ്ച് ചെയ്യുക? ഇപ്പോഴത്തെ സബ്സിഡി പറയുന്നത് പലപ്പോഴും നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് ഒന്ന് ഇറിഗേഷൻ്റെ സബ്സിഡി, ലാർജ് സ്കെയിൽ ഇറിഗേഷൻ സബ്സിഡി. അത് ഏത് തരത്തിലുള്ള കണ്ടിന്യൂസ് ഫ്ലഡ്, ഇപ്പം ഞാൻ പഞ്ചാബ് ഹരിയാന നോക്കുമ്പോൾ അവർ ഫുൾ ടൈം പമ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ ഇലക്ട്രിസിറ്റി വരുന്നോ അപ്പോഴൊക്കെ. അടുത്ത ഫ്രീ ഇലക്ട്രിസിറ്റി. അപ്പം വേറൊരു ഇൻസെൻറ്റീവ് ഇല്ല അവിടെ ഇത് കുറക്കാൻ വേണ്ടി. അപ്പം ഫാമേഴ്സ് ഒരു ലോക്ക് ഇൻ സ്റ്റേജിലാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടിയും റീപർപ്പസ് ചെയ്യുക. ഇൻസെൻറ്റീവ് കുറക്കണമെന്നല്ല പറയണത്, ഫാമേഴ്സിന് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അത് റീപർപ്പസ് ചെയ്യുക. അഡാപ്റ്റേഷൻ,
മിറ്റിഗേഷൻ പോസിബിലിറ്റീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. ഇത്രയുള്ള എൻ്റെ റൈസ് എക്സ്പീരിയൻസ്. അടുത്ത തവണ കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും ഫീൽഡ് ലെവലിലുള്ള. താങ്ക് യു. അത് കൂടുതൽ ശാസ്ത്രീയതയിൽ ഊന്നിയിട്ടാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ടെക്നിക്കൽ പ്രോഗ്രാം എന്തൊക്കെയാണ് ഇപ്പോൾ കേര പ്രോജക്റ്റിൽ അനുവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് ഡോക്ടർ പ്രകാശ് നൽകിയത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം.